ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹാൻഡി ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയായ ഹാൻഡി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നു. ഈ കറിക്ക് എപ്പോഴും എല്ലും ദശ പീസുകളും ഒന്നിച്ച് ചേർത്തിട്ടുള്ള കറിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കോഴി തന്നെ എടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിലേക്ക് ഞാനൊരു 2 തക്കാളി, അതും മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. ഈ തക്കാളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് തക്കാളി അരിഞ്ഞെടുക്കണം. അതുപോലെ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ഇതിന് യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിയും ജീരകവും കൂടെ വറുത്തു പൊടിച്ചത്, 1 ടീസ്പൂൺ കസൂരി മേത്തി. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് വേണം, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. സവോള വറുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചു നേരം കൂടെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. കുറച്ചു നേരം ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകും. ആ ചൂടിലിരുന്ന് കുറച്ചുകൂടെ ഫ്രൈ ആകും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൂടെ ചെയ്യാം. നമുക്ക് ആദ്യമേ 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇതൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കണ്ട, അല്ലാതെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ആദ്യമേ എടുക്കണം. ഈ മല്ലിയും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അത് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ മസാലയുടെ കൂടെ ഉണ്ടായിരുന്ന 1/2 ടേബിൾ സ്പൂൺ മല്ലിയും ജീരകവും കൂടെ വറുത്തത്. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇത് നമുക്ക് ക്രഷ് ചെയ്ത് എടുക്കാം. നമുക്കിനിയും ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ സവോള ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് പഴുത്ത തക്കാളിയാണെങ്കിൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് മാത്രമേ വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വേണമെങ്കിൽ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കൻ പീസിൽ നമ്മുടെ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് വേകാനായിട്ട് വെക്കാം. ആ സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ ടേസ്റ്റ് പിടിച്ച് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മല്ലിയും ജീരകവും പൊടിച്ചതും കൂടെ ഇതിന്റെ പകുതി ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചതും മുളക് പൊടിയും മല്ലിയും ജീരകവും കൂടെ പൊടിച്ചതിന്റെ പകുതിയും കുറച്ച് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ തീ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി ഇതൊരു 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. നമുക്ക് ചിക്കൻ കറി ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ മുക്കാലും വേവേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ വേകാനുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എനിക്കിവിടെ കുറച്ചുകൂടെ ഉപ്പ് വേണം, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഗരം മസാലയും നമ്മൾ മാറ്റി വെച്ചിരുന്ന മല്ലിയും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയും കസൂരി മേത്തിയുടെയും മല്ലിയുടെയും ജീരകത്തിൻ്റെ എല്ലാം ടേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചും മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. നാനിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ഇത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.